2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്നതോടെ കേരളം വലിയ ഒരു രാഷ്ട്രീയ മാറ്റത്തിന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പിൽ യു.ഡി.എഫ് മികച്ച വിജയം നേടിയ സാഹചര്യത്തിൽ പുതിയ മന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ സജീവമാണ്. 2026 മെയ് 4-ന് ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയും ഗവർണർ അത് അംഗീകരിക്കുകയും ചെയ്തു. പുതിയ സർക്കാർ അധികാരമേൽക്കുന്നതുവരെയുള്ള ഈ ഘട്ടം വളരെ നിർണായകമാണ്. കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ കാവൽ മന്ത്രിസഭ അഥവാ കെയർടേക്കർ ഗവൺമെൻറ് എന്ന പ്രയോഗം നാം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ജനാധിപത്യ സമ്പ്രദായത്തിൽ ഭരണപരമായിട്ടുള്ള സ്തംഭനാവസ്ഥ ഒഴിവാക്കാൻ കാവൽ മന്ത്രിസഭകൾക്ക് വളരെ വലിയ സ്ഥാനമുണ്ട്. ഒരു മന്ത്രിസഭയുടെ കാലാവധി അവസാനിക്കുമ്പോഴോ മുഖ്യമന്ത്രി രാജി സമർപ്പിച്ചാലോ പുതിയൊരു സർക്കാർ അധികാരമേൽക്കുന്നവരെയുള്ള ഒരു ഇടവേളയിലോ ഒക്കെ ഭരണം നടത്തുന്ന ഒരു സംവിധാനമാണിത്. സംസ്ഥാനത്ത് ഭരണസ്തംഭനം ഉണ്ടാകാതിരിക്കുക എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. പുതിയ നയപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനോ വലിയ സാമ്പത്തിക പ്രഖ്യാപനങ്ങളൊക്കെ നടത്താനോ കാവൽ മന്ത്രിസഭയ്ക്ക് നിയമപരമായി യാതൊരു അധികാരവുമില്ല എന്ന് മനസ്സിലാക്കുക. ദൈനംദിന ഭരണകാര്യങ്ങൾ മാത്രമാണ് ഇവർക്ക് നിർവഹിക്കാനാവുക. പ്രകൃതിക്ഷോഭം പോലെയുള്ള അത്യാവശ്യ ഘട്ടങ്ങളിൽ തീരുമാനമെടുക്കാൻ കാവൽ മന്ത്രിസഭയ്ക്ക് പൂർണ്ണമായ അധികാരമുണ്ട്. അതിന് ഗവർണറുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ ലഭിക്കുകയും ചെയ്യുമെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഉദ്യോഗസ്ഥ ഭരണത്തിന് പകരം ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ തന്നെ താൽക്കാലികമായിട്ടാണെങ്കിലും ഭരണത്തിന് നേതൃത്വം നൽകുന്നു എന്ന് ഉറപ്പാക്കുന്ന ഒരു സമ്പ്രദായം കൂടിയായിട്ടാണ് കാവൽ മന്ത്രിസഭയെ നാം മനസ്സിലാക്കേണ്ടത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ മിക്കവാറും എല്ലാ തിരഞ്ഞെടുപ്പ് കാലത്തും കാവൽ മന്ത്രിസഭ നിലവിലുണ്ടായിട്ടുണ്ട്. ഒരു സർക്കാർ കാലാവധി പൂർത്തിയാക്കി രാജിവെച്ച് കഴിഞ്ഞാൽ ഗവർണർ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് പുതിയ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്നതുവരെ പഴയ മുഖ്യമന്ത്രി കാവൽ മന്ത്രിയായി തുടരുന്നതാണ്. ഇപ്രകാരം ഇതിനു മുൻപ് 5 തവണയാണ് കാവൽ മുഖ്യമന്ത്രിമാർ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. 1991 മെയ് ജൂൺ മാസങ്ങളിൽ 30 ദിവസം ശ്രീ ഇ.കെ. നായനാരും 1996 മെയ് മാസത്തിൽ 11 ദിവസം ശ്രീ എ.കെ. ആന്റണിയും 2011 മെയ് മാസത്തിൽ 6 ദിവസം ശ്രീ വി.എസ്. അച്യുതാനന്ദനും 16 മെയ്യിൽ 7 ദിവസം ശ്രീ ഉമ്മൻചാണ്ടിയും 2021 മെയ് മാസം 17 ദിവസങ്ങളിലായി ശ്രീ പിണറായി വിജയനും കാവൽ മുഖ്യമന്ത്രിമാരായി ഇരുന്നിട്ടുണ്ട് എന്നതാണ് ചരിത്രം. കാവൽ മന്ത്രിസഭയിൽ നിന്ന് പുതിയൊരു ഭരണ സംവിധാനത്തിലേക്കുള്ള കേരളത്തിൻ്റെ ഈ ഒരു മാറ്റം വികസനത്തിന് എത്രത്തോളം നിർണായകരമാണെന്നും പുതിയ മുഖ്യമന്ത്രിയായി ആര് വരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും ഈ കാവൽ മന്ത്രിസഭ ഇനി എത്ര നാൾ കൂടി നിലനിൽക്കുമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.